ചൈനയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചില്ലെങ്കിൽ നിരോധനം നേരിടാൻ ടിക്ടോക്കിന് US സുപ്രീം കോടതി നൽകിയ സമയപരിധി ഈ മാസം 19 അവസാനിക്കും. ബൈഡൻ സർക്കാർ മുന്നോട്ട് വച്ച ടിക്ടോക്ക് നിരോധനത്തിന് റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളുടേതടക്കം പിന്തുണയുണ്ട്. മറുവശത്ത് നിരോധനത്തെ എതിർക്കുന്നവരിൽ പ്രധാന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാ അവകാശത്തെ ഹനിക്കുന്നതാണ് നിരോധനമെന്നാണ് ട്രംപിന്റെ വാദം. ടിക്ടോക്കിന്റെ മാതൃകമ്പനിയായ ബൈറ്റ് ഡാൻസിന് നിരോധനത്തെ മറികടക്കാനുള്ള ഏക മാർഗം പ്ലാറ്റ്ഫോം വിറ്റഴിച്ച് ചൈനയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുകയാണ്. ജനുവരി 19-നകം ഈ തീരുമാനമെടുത്തില്ലെങ്കിൽ അമേരിക്കയിൽ നിരോധനം നേരിടേണ്ടി വരുമെന്നാണ് US സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. ഈ സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരോധനം തടയണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചത്. രാജ്യത്ത് 170 ദശലക്ഷം ഉപയോക്താക്കളുള്ള ഒരു സമൂഹ മാധ്യമത്തെ നിരോധിക്കാനുള്ള നീക്കം ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നാണ് ട്രംപിന്റെ വാദം. ടിക്ടോക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ഭരണത്തിലേറിയതിനു ശേഷം നയതന്ത്ര ഇടപെടലുകളിലൂടെ പരിഹരിക്കാവുന്നതാണെന്നും ട്രംപിന്റെ ഹർജി പറയുന്നു. US സോളിസിറ്റർ ജനറലായി ട്രംപ് നിയോഗിച്ച ജോൺ സോവറാണ് ട്രംപിന് വേണ്ടി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതേസമയം ബൈഡൻ ഭരണകൂടത്തിനോടൊപ്പം നിരോധനത്തെ അനുകൂലിക്കുന്ന റിപ്പബ്ലിക്കൻസ് ദേശസുരക്ഷയ്ക്ക് ടിക്ടോക്ക് ഭീഷണിയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 22 സ്റ്റേറ്റുകളിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ അറ്റർണി ജനറൽമാരാണ് ടിക്ടോക്ക് നിരോധനത്തെ അനുകൂലിച്ച് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ചൈന ചാരപ്രവർത്തനത്തിനായി ആപ്പ് ഉപയോഗിക്കുന്നു. അമേരിക്കൻ ഉപയോക്താക്കളുടെ സ്വകാര്യ സംഭാഷണങ്ങളും വ്യക്തിവിവരങ്ങളും ചോർത്തുന്നു. ഉള്ളടക്കങ്ങളെ ഗൂഢലക്ഷ്യത്തോടെ സ്വാധീനിക്കുന്നു എന്നിങ്ങനെ നിരോധനത്തിനായി നീതിന്യായ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങളെ ഇവർ പിന്താങ്ങുന്നു. ജനുവരി 19 ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ടിക്ടോക്കിനെ നീക്കം ചെയ്യാൻ തയ്യാറായിരിക്കണമെന്നാണ് ഡിസംബർ 13 കോടതി ആപ്പിൾ, ഗൂഗിൾ സ്റ്റോറുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഉപയോക്താക്കൾക്ക് തുടർന്നും ടിക്ടോക്ക് ഉപയോഗിക്കാമെങ്കിലും കാലാന്തരത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇല്ലാതെ ആപ്പ് ഉപയോഗശൂന്യമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.